നിങ്ങളുടെ ബ്രസ്റ്റ് പെട്ടെന്ന് വളരെ ഹാർഡാണെന്നും ഭാരമുള്ളതാണെന്നും പെയിൻഫുൾ ആണെന്നും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ബ്രസ്റ്റ് പൊട്ടിപ്പോകാൻ പോകുന്ന പോലെ. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ പാൽ ആദ്യം വന്നു തുടങ്ങിയപ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് പാൽ കുടിക്കാതിരുന്നപ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം ഉറങ്ങാൻ ശ്രമിച്ചപ്പോഴോ സംഭവിച്ചിരിക്കാം. ഈ അവസ്ഥയെ എൻഗോജ്മെന്റ് എന്ന് പറയും. ഇത് വളരെ നോർമലാണ്. മുലയൂട്ടുന്ന എല്ലാ അമ്മമാർക്കും ഇത് ഒരിക്കലെങ്കിലും അനുഭവപ്പെടും. ഇന്നത്തെ വീഡിയോയിൽ എൻഗോജ്മെന്റ് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അത് എങ്ങനെ തിരിച്ചറിയാം, ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് വീട്ടിൽ എങ്ങനെ സുരക്ഷിതമായ ആശ്വാസം ലഭിക്കാം എന്ന് ഞാൻ വിശദീകരിക്കാൻ പോകുന്നു. വാട്ട് ഇസ് എൻഗോജ്മെന്റ്? എൻഗോജ്മെന്റ് എന്നാൽ നിങ്ങളുടെ ബ്രസ്റ്റ് പാൽ, രക്തം, ലിംഫറ്റിക് ഫ്ലൂയിഡ്സ് എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇത് എക്സ്ട്രാ പാൽ മാത്രമല്ല, വീക്കവുമാണ്. അതുകൊണ്ടാണ് ബ്രസ്റ്റ് ടൈറ്റ്, ഹോട്ട്, ഷൈനി ആൻഡ് പെയിൻഫുൾ ആയി തോന്നുന്നത്. ഇത് സാധാരണയായി 2 സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നു. ജനനത്തിന് ശേഷമുള്ള ആദ്യ ദിവസങ്ങളിൽ 2 മുതൽ 5 ദിവസത്തിനുള്ളിൽ ശരീരം പലപ്പോഴും കുഞ്ഞിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. രണ്ടാമത്തേത്, പാൽ നന്നായി വറ്റിച്ചില്ലെങ്കിൽ ഇത് സംഭവിക്കും. ഉദാഹരണത്തിന്, മുലയൂട്ടൽ സ്കിപ്പ് ചെയ്തതാണെങ്കിൽ, കുഞ്ഞ് പെട്ടെന്ന് കൂടുതൽ നേരം ഉറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലാച്ച് ഡീപ്പ് അല്ലെങ്കിൽ പാൽ വറ്റിച്ചില്ലെങ്കിൽ എൻഗോജ്മെന്റ് ഉണ്ടാകും. സൈൻസ് ആൻഡ് സിംറ്റംസ്. അപ്പോൾ ഇത് സാധാരണ ബ്രസ്റ്റ് ഫുൾനെസ് മാത്രമാണോ, എൻഗോജ്മെന്റ് ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ബ്രസ്റ്റ് ഹാർഡായും ചൂടായും വളരെ ഭാരമുള്ളതായും തോന്നും. നിപ്പിൾസ് പരന്നതും നീട്ടിയതുമായി കാണപ്പെടും. ഇത് കുഞ്ഞിന് മുല കുടിക്കാൻ ബുദ്ധിമുട്ടാക്കും, വേദന ഉണ്ടാക്കും, ചിലപ്പോൾ കക്ഷം വരെ പോലും. നിങ്ങൾക്ക് ചെറിയ പനിയോ അസ്വസ്ഥതയോ അനുഭവപ്പെടാം, പക്ഷേ നിങ്ങൾക്ക് ഗുരുതരമായ അസുഖമോ ഹൈ ഫീവറോ അനുഭവപ്പെടില്ല. വൈ എൻഗോജ്മെന്റ് നീഡ്സ് അറ്റൻഷൻ? ചില അമ്മമാർ ചിന്തിക്കുന്നു, ഓ, ഇത് വെറും ബ്രസ്റ്റ് ഫുൾനെസ് മാത്രമാണ്, ഇത് കടന്നു പോകും. എന്നാൽ എൻഗോജ്മെന്റ് അവഗണിക്കുന്നത് ഇവയിലേക്ക് നയിച്ചേക്കാം. ബ്ലോക്ക്ഡ് ഡക്ട്സ്, മാസ്റ്റൈറ്റിസ്, കുഞ്ഞിന് മുലയൂട്ടാൻ ബുദ്ധിമുട്ട്. അതിനാൽ ഉടനടി നടപടി വളരെ പ്രധാനമാണ്. ക്വിക്ക് റിലീഫ് മെത്തേഡ്സ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. എൻഗോജ്മെന്റ് സുരക്ഷിതമായി എങ്ങനെ ഒഴിവാക്കാം? ഫ്രീക്വന്റ് എഫക്റ്റീവ് ഫീഡിംഗ് നിങ്ങളുടെ കുഞ്ഞിന് ഏറ്റവും നല്ല ചികിത്സ. ഇടയ്ക്കിടെ കുറഞ്ഞത് 2 മുതൽ 3 മണിക്കൂർ ഇടവിട്ടെങ്കിലും മുലപ്പാൽ നൽകുക. ലാച്ചിങ് ഡീപ്പ് ആണെന്ന് ഉറപ്പാക്കുക. നിപ്പിൾ വളരെ ഹാർഡാണെങ്കിൽ അത് മൃദുവാക്കാൻ ആദ്യം അല്പം പാൽ ഒഴിവാക്കുക. ഹാൻഡ് എക്സ്പ്രഷൻ ഓർ പമ്പിങ്. ഫീഡിംഗ് ചെയ്യുന്നതിന് മുൻപ് ഏരിയോള സോഫ്റ്റ് ആക്കി കുഞ്ഞിന് ലാച്ചിങ് എളുപ്പാക്കാൻ കുറച്ച് പാൽ ഒഴിവാക്കുക. കോൾഡ് കംപ്രസ്. ഐസ് പാക്ക് അല്ലെങ്കിൽ കോൾഡ് കംപ്രസ് വെക്കുക. ഇത് വേഗത്തിൽ സ്വെല്ലിംഗ് കുറയ്ക്കും. ജെന്റിൽ മസാജ്. ചെസ്റ്റ് വാളിൽ നിന്ന് നിപ്പിളിലേക്ക് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. പതുക്കെ മസാജ് ചെയ്യണം. കൂടുതൽ പ്രസ് ചെയ്താൽ ടിഷ്യൂ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. റിവേഴ്സ് പ്രഷർ സോഫ്റ്റനിങ്. പാല് പിന്നിലേക്ക് തള്ളുന്നതിനായി നിങ്ങളുടെ വിരൽ തുമ്പുകൾ ഉപയോഗിച്ച് ഏരിയയിലേക്ക് ചുറ്റും മൃദുവായി അമർത്തുന്ന ഒരു മെത്തേഡാണിത്. ഇത് നിപ്പിൾ മൃദുവാക്കുകയും കുഞ്ഞിന് എളുപ്പത്തിൽ ലാച്ച് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. സപ്പോർട്ടീവ് ബ്രാ ആൻഡ് കംഫർട്ട്. സപ്പോർട്ടീവ് എന്നാൽ ടൈറ്റായ ബ്രാ ഉപയോഗിക്കരുത്. ബ്രസ്റ്റിൽ ടൈറ്റായി നിൽക്കുന്ന തുണികൾ ഒഴിവാക്കുക. നന്നായി വിശ്രമിക്കുകയും ജലാംശം നിലനിർത്തുകയും ചെയ്യുക. മിത്ത് വേഴ്സസ് ഫാക്ട്സ്. മിത്ത്: ആശ്വാസം ലഭിക്കാൻ എല്ലാ പാലും പുറത്തേക്ക് പമ്പ് ചെയ്യുക. ഫാക്ട്: കൂടുതൽ പമ്പ് ചെയ്യുന്നത് മിൽക്ക് സപ്ലൈ കൂട്ടി എൻഗോജ്മെന്റ് കൂടുതൽ വഷളാക്കുകയും ചെയ്യും. ആശ്വാസത്തിനായി മാത്രം വേണ്ടത്ര മിൽക്ക് എക്സ്പ്രസ് ചെയ്യുക. എൻഗോജ്മെന്റ് മാറുന്നവരെ മുലയൂട്ടൽ നിർത്തുക. ഫാക്ട്: നേരെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾ കൂടുതൽ മുലപ്പാൽ നൽകും തോറും എൻഗോജ്മെന്റ് വേഗത്തിൽ കുറയും. വെൻ ടു സീക്ക് ഹെൽപ്പ്. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഡോക്ടറെയോ ലാക്ടേഷൻ കൺസൾട്ടന്റിനെയോ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹൈ ഫീവർ, ഷിവറിംഗ് അല്ലെങ്കിൽ ഫ്ലൂ പോലുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു. ഒരു ബ്രസ്റ്റ് ചുവപ്പ്, ചൂട്, വളരെ പെയിൻഫുൾ ആയി തോന്നുന്നു. ഈ രീതികൾ പരീക്ഷിച്ചിട്ടും 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ എൻഗോജ്മെന്റ് മെച്ചപ്പെടുന്നില്ല. ഇവ അണുബാധയുടെ ലക്ഷണങ്ങളോ മെഡിക്കൽ സഹായം ആവശ്യമുള്ള മറ്റു കോംപ്ലിക്കേഷനുകളോ ആകാം. ഓർക്കുക, എൻഗോജ്മെന്റ് വളരെ സാധാരണമാണ്, പക്ഷേ അത് അൺബെയറബിൾ അല്ല. ഇടയ്ക്കിടെ മുലയൂട്ടൽ, കുറച്ച് മിൽക്ക് ഹാൻഡ് എക്സ്പ്രസ് ചെയ്യൽ, കോൾഡ് കംപ്രസ് വെക്കൽ എന്നിവയിലൂടെ നിങ്ങൾക്ക് വേഗത്തിൽ ആശ്വാസം ലഭിക്കും. മെച്ചപ്പെട്ടില്ലെങ്കിൽ പ്രൊഫഷണൽ പിന്തുണ തേടാൻ മടിക്കരുത്.
ഈ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. ബൈ.